സതീശൻ മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയാൽ കോൺഗ്രസിനെതിരെ ഹൈന്ദവ ഏകീകരണത്തിന് സാധ്യത. മുസ്ലിം ലീഗ് സമ്മർദ്ദത്തിന് വഴങ്ങി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാക്കിയാൽ കോൺഗ്രസിനെതിരെ ഹൈന്ദവ ഏകീകരണം ഉണ്ടാകുമെന്ന് സൂചന. NSS ജനറൽ സെക്രട്ടറി ഇതിനോടകം മുസ്ലിം ലീഗിന്റെ നീക്കത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയതോടെയാണ് വലിയ അപകടത്തിന്റെ കാറ്റ് വീശുന്നതായുള്ള അഭ്യൂഹം ഉയരുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുഖ്യ ശത്രുവായ സതീഷിനെതിരെ NSS കൂടി നിലപാടെടുത്തതോടെയാണ് ഇത്തരത്തിലുള്ള ചർച്ച ഉയർന്നിരിക്കുന്നത്. VD സതീശൻ നടത്തിയ ഇടപെടലിലൂടെ സംഭവിച്ച ന്യൂനപക്ഷ ഏകീകരണത്തിലൂടെയാണ് UDF അധികാരത്തിലെത്തിയതെന്ന ചർച്ച സജീവമായി ഇരിക്കുന്നതിനിടെയാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗും കേരള കോൺഗ്രസും രംഗത്ത് വന്നത്. സതീശൻ മുഖ്യമന്ത്രിയായാൽ മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾക്ക് ഭരണത്തിൽ മേൽക്കൈ ഉണ്ടാകും എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇതോടെ സജീവമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് NSS ജനറൽ സെക്രട്ടറിയുടെ പരസ്യ പ്രസ്താവന വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കെതിരെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ തുറന്നടിച്ചിരിക്കുകയാണ്. ഇവിടെ ആരാണ് കുഴപ്പമുണ്ടാക്കിയതെന്നും മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിനാണെന്ന് നേരത്തെ ധാരണ ഉള്ളതല്ലേ എന്നും സുകുമാരൻ നായർ ചോദിച്ചു. മാധ്യമപ്രവർത്തകരോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മുഖ്യമന്ത്രി ചർച്ചയിൽ ഘടകകക്ഷികൾ എന്തിനിടപെട്ടുവെന്നും അവരുടെ ഇടപെടലാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും സുകുമാരൻ നായർ തുറന്നടിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ ലീഗിനടക്കം എന്ത് കാര്യമാണുള്ളതെന്നും സുകുമാരൻ നായർ ചോദിച്ചു. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണിതെന്നും ആര് വന്നാലും സ്വീകരിക്കാൻ ഘടകകക്ഷികൾ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഘടകകക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയത് അവഗണിക്കേണ്ട ഹൈക്കമാൻഡ് അവരുടെ അഭിപ്രായം തേടി. ലീഗ് അടക്കം എന്തൊക്കെയോ മുന്നിൽ കണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ആരെ പിന്താങ്ങണമെന്നോ എതിർക്കണമെന്നോ എന്നതിൽ ഘടകകക്ഷികൾക്ക് എന്ത് കാര്യമാണുള്ളതെന്നും ഇതിലൊക്കെ വലിയ ദുരൂഹത ഉണ്ടെന്നുമായിരുന്നു സുകുമാരൻ നായരുടെ പ്രതികരണം. ഫ്ലെക്സ് പോസ്റ്റർ പ്രകടനം എല്ലാം എപ്പോഴും നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ SNDPയെ പോലെ NSSനും എതിർപ്പാണ് ഉള്ളതെന്ന സന്ദേശമാണ് NSS ജനറൽ സെക്രട്ടറി നൽകിയിരിക്കുന്നത്. ഇത് ഭാവിയിൽ ഹൈന്ദവ ഏകീകരണത്തിനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് BJPക്കാകും ഗുണം ചെയ്യുക. ഭരണത്തിൽ ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും മേൽക്കോയ്മ കൂടി ഉണ്ടായാൽ കാലാകാലങ്ങളായി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ഹൈന്ദവ സമൂഹത്തിലെ വലിയൊരു വിഭാഗം കോൺഗ്രസ് അനുഭാവം അവസാനിപ്പിച്ച് BJP ചേരിയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയേറെയാണ്. സതീശനെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്താൽ അത് ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന് പ്രചാരണം ശക്തമാകുമെന്ന് സാരം. ഇതിനെ BJP വേണ്ടവിധം ഉപയോഗപ്പെടുത്തിയാൽ ഹൈന്ദവ വോട്ട് ബാങ്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പം ചേരും.